Hi friends, it's me Raslan from F-Tech Support. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് വെർച്വൽ മെഷീനെ കുറിച്ചാണ്. എന്താണ് വെർച്വൽ മെഷീൻ? നമ്മൾ OSൻ്റെ അകത്ത് ഹൈപ്പർ-വി അല്ലെങ്കിൽ VMware പോലുള്ള വെർച്വൽ മെഷീൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ഒന്നിൽ കൂടുതൽ OSകൾ ക്രിയേറ്റ് ചെയ്ത് യൂസ് ചെയ്യുന്നതാണ് വെർച്വൽ മെഷീൻ എന്ന് പറയുന്നത്. നമ്മൾ ക്ലൗഡിലോട്ട് വരുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഓരോ ഡിവൈസുകളും ഓരോ മെഷീൻസ്, അത് സെർവർ ആവട്ടെ, വിൻഡോസ് OS ആയിട്ടുള്ള സിസ്റ്റങ്ങളാകട്ടെ, ഇതെല്ലാം ഉണ്ടാക്കുന്നത് മൈക്രോസോഫ്റ്റിൻ്റെ ഡാറ്റാ സെൻറ്ററിലാണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് വെർച്വൽ മെഷീൻ കൺസെപ്റ്റാണ്. പ്രധാനമായി വിൻഡോസ് യൂസ് ചെയ്യുന്നത് ഹൈപ്പർ-വി വെർച്വൽ മെഷീൻസാണ്. നമുക്കിവിടെ പ്രധാനമായും രണ്ട് രീതിയിൽ വെർച്വൽ മെഷീൻസ് ഉണ്ടാക്കാം. ഒന്ന് ന്യൂ വെർച്വൽ മെഷീൻ, രണ്ടാമത് സ്റ്റാർട്ട് വിത്ത് എ പ്രീസെറ്റ് കോൺഫിഗറേഷൻ. എന്താണ് സ്റ്റാർട്ട് വിത്ത് എ പ്രീസെറ്റ് കോൺഫിഗറേഷൻ? നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ള ഒരു വെർച്വൽ മെഷീൻ ഇമേജ് ഉപയോഗിച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് സ്റ്റാർട്ട് വിത്ത് എ പ്രീസെറ്റ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൽ അവൈലബിലിറ്റി സോൺ ഉണ്ട്. എന്തിനാണ് അവൈലബിലിറ്റി സോൺ? അത് റിഡൻഡൻസി പർപ്പസിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഇവിടെ ഇമേജസ് നമുക്ക് മാർക്കറ്റ് പ്ലേസിനാണ് ചൂസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്ക് സെർവർ OS ആവട്ടെ, വിൻഡോസ് OS ആവട്ടെ, ഇപ്പോൾ അഡീഷണൽ OS ആയി SQL പോലുള്ള OSകളൊക്കെ നമുക്ക് ഇവിടുന്ന് മാർക്കറ്റ് പ്ലേസിൽ നിന്ന് കിട്ടുന്നതാണ്. ഈ വെർച്വൽ മെഷീൻ കൺസെപ്റ്റിൽ നമുക്ക് ഒരു OS ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് കയറിയിട്ട് അഡീഷണൽ OSകൾ ചെയ്യേണ്ട ആവശ്യമില്ല. അതെല്ലാം നമുക്ക് ഈ വെർച്വൽ മെഷീൻ കോൺഫിഗർ ചെയ്യുമ്പോൾ തന്നെ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. നമുക്ക് പ്രധാനമായി 4 രീതിയിൽ വെർച്വൽ മെഷീൻസ് ആക്സസ് ചെയ്യാം. HTTP, HTTPS, SSH ആൻഡ് RDP. ഈ 4 പ്രോട്ടോക്കോൾ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ വെർച്വൽ മെഷീൻസ് നമ്മുടെ കമ്പ്യൂട്ടറിൽ നമുക്ക് ആക്സസ് ചെയ്യാം. ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് ലാബ് സെഷനിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുപോലെ തന്നെ നമ്മളിവിടെ പ്രധാനമായും 3 ടൈപ്പ് ഡിസ്ക്കാണ് ഉപയോഗിക്കുന്നത്: പ്രീമിയം SSD, സ്റ്റാൻഡേർഡ് SSD ആൻഡ് സ്റ്റാൻഡേർഡ് HDD. നമ്മളൊരു പ്രൊഡക്ഷൻ ഒരു സെൻസിറ്റീവ് വർക്ക് ലോഡിന് വേണ്ടിയിട്ടാണ് പ്രീമിയം SSD യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വെബ് സെർവർ, സ്ലൈറ്റ്ലി യൂസ് എൻ്റർപ്രൈസ് ആപ്ലിക്കേഷൻ, അതിനൊക്കെ നമ്മൾ സ്റ്റാൻഡേർഡ് SSD യൂസ് ചെയ്യുന്നത്. ബാക്കപ്പ് സെർവർ, അതുപോലെ നോൺ ക്രിട്ടിക്കൽ ഇൻഫ്രീക്വൻ്റ് ആക്സസ് ആയിട്ടുള്ള ഡിവൈസുകളൊക്കെ നമ്മൾ കോൺഫിഗർ ചെയ്യുന്നത് HDD, അതായത് സ്റ്റാൻഡേർഡ് HDD ഉപയോഗിച്ചിട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ വെർച്വൽ മെഷീൻ എൻക്രിപ്റ്റഡ് ആണ്. ഇനി നമുക്ക് ലാബ് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് വെർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്യാം. അതിന് നമുക്ക് ഇവിടുന്ന് നമ്മുടെ വർക്ക് പ്ലേസിൽ നിന്നോ അല്ലെങ്കിൽ നമുക്കിവിടെ സെർച്ച് ചെയ്തോ അല്ലെങ്കിൽ നമ്മൾ ബ്ലേഡിൽ നിന്ന് നമുക്ക് വെർച്വൽ മെഷീൻ ചൂസ് ചെയ്യാം. ഞാനിവിടെ നമ്മുടെ വർക്ക് പ്ലേസിൽ നിന്ന് വെർച്വൽ മെഷീൻ എടുക്കുന്നു. അതിനുശേഷം ഞാൻ ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് വെർച്വൽ മെഷീൻ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, നമുക്കിവിടെ സബ്സ്ക്രിപ്ഷൻ ചൂസ് ചെയ്യാം. ഇവിടെ നമുക്ക് ഓൾറെഡി ഫ്രീ ട്രയൽ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഫ്രീ ട്രയൽ സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് റിസോഴ്സ് ഗ്രൂപ്പ്, നമ്മളിവിടെ അക്കൗണ്ട്സ് F-Tech സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം വെർച്വൽ മെഷീൻ നെയിം കൊടുക്കുന്നു, അക്കൗണ്ട് എംപ്ലോയി. അതിനുശേഷം റീജിയൻ സെലക്ട് ചെയ്യുന്നു, US ഈസ്റ്റ് തന്നെ, മാറ്റുന്നില്ല. അവൈലബിലിറ്റി സോണൊക്കെ നമുക്ക് ഒന്ന് ചൂസ് ചെയ്യാം. ഞാൻ പ്രത്യേകിച്ച് ഒന്നും എടുക്കുന്നില്ല. നമുക്കിവിടെ OS നമുക്ക് ഇവിടെ നിന്ന് ഇമാജിന് സെലക്ട് ചെയ്യാം. ഞാനിവിടെ വിൻഡോസ് 10 OS എടുക്കുന്നു. അതിനുശേഷം നമുക്ക് സൈസ് നമുക്ക് ഇവിടെ ചൂസ് ചെയ്യാം. ഇവിടെ ഞാൻ ഇതന്നെ എടുക്കുന്നു, സ്റ്റാൻഡേർഡിൽ നിന്ന് ചൂസ് ചെയ്യുന്നു. അത് യൂസർ നെയിം പാസ്വേഡ് കൊടുക്കും. ഞാൻ യൂസർ നെയിം പാസ്വേഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പാസ്വേഡായിട്ട് ഞാൻ കൊടുക്കുന്നു. ഇവിടെ കൺഫർമേഷൻ പാസ്വേഡ് കൊടുക്കുന്നു. അതിനുശേഷം നമുക്കിവിടെ ഇൻബൗണ്ട് പോർട്ട് റൂൾ, നമുക്കിവിടെ നമ്മളത് ഏത് രീതിയിലാണ് നമുക്ക് വെർച്വൽ മെഷീൻ ആക്സസ് ചെയ്യേണ്ടത്. ഞാനിവിടെ RDP ആണ് വെച്ചിരിക്കുന്നത്. അതിനുശേഷം ഇവിടെ ലൈസൻസ് കൺഫേം ചെയ്യുന്നു. നെക്സ്റ്റ് ഡിസ്ക്, ഇവിടെ ഡിസ്ക് ഓപ്ഷനൊക്കെ സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ ഞാൻ പ്രീമിയം SSD ആണ് ചൂസ് ചെയ്യുന്നത്. പിന്നെ എൻക്രിപ്ഷൻ നമുക്ക് ഇവിടെ ചൂസ് ചെയ്യാം. നമുക്ക് 2 രീതിയിൽ എൻക്രിപ്ഷൻ ഉണ്ട്. എൻക്രിപ്ഷൻ അറ്റ് റെസ്റ്റ് വിത്ത് എ കസ്റ്റമർ മാനേജർ കീ, അതുപോലെ ഡബിൾ എൻക്രിപ്ഷൻ വിത്ത് എ പ്ലാറ്റ്ഫോം മാനേജർ ആൻഡ് കസ്റ്റമർ മാനേജർ കീ. ഇവിടെ ഡിഫോൾട്ടാണ് ചൂസ് ചെയ്യുന്നത്. അതിനുശേഷം ഇവിടെ നെക്സ്റ്റ് നെറ്റ്വർക്കിൽ പോകുന്നു. ഇവിടെ നമുക്ക് നെറ്റ്വർക്ക് ചൂസ് ചെയ്യാം. ഇവിടെ ഞാൻ വെർച്വൽ നെറ്റ്വർക്ക് അക്കൗണ്ട്സ് F-Techലെ അക്കൗണ്ട്സാണ് ചൂസ് ചെയ്യുന്നത്.
അക്കൗണ്ട്സിൽ നമുക്ക് 2 ടൈപ്പ് ഉണ്ട് ഇതിൽ. ഇത് സബ്നെറ്റ് ഞാനിരിക്കുന്നത് അക്കൗണ്ട് എംപ്ലോയി ആണ് സബ്നെറ്റ് ചൂസ് ചെയ്യുന്നത്. അതിന് ശേഷം നമ്മുടെ പബ്ലിക് IP ഓട്ടോമാറ്റിക് എടുക്കുന്നതാണ്. പിന്നെ NCC ഇതൊന്നുമില്ല. ഇപ്പോൾ നമുക്ക് പബ്ലിക് IP നമ്മുടെ കയ്യിലുണ്ട്, അതൊക്കെ നമുക്ക് ഇവിടുന്ന് കോൺഫിഗർ ചെയ്യാം. പബ്ലിക് ഇൻബൗണ്ട് പോർട്ട് അവിടെ അലൗഡ് സെലക്ടഡ് പോർട്ടാണ് ചൂസ് ചെയ്യുന്നത്. ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് RDP ആണ്. നെക്സ്റ്റ് മാനേജ്മെൻറ്റ്, പ്രത്യേകിച്ച് ഒന്നും ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി മോണിറ്ററിങ്ങിൻ്റെ പർപ്പസ് കാര്യങ്ങളൊക്കെ ഉള്ളൂ. അഡ്വാൻസിലും പിന്നെ ടാക്സ് ഞാനിവിടെ പ്രത്യേകിച്ച് ഒന്നും കൊടുക്കുന്നില്ല. റിവ്യൂ ആൻഡ് ക്രിയേറ്റ്. നമ്മളിവിടെ വാലിഡേഷൻ പാസ്സാവും, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ വാലിഡേഷൻ പാസ്സായിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ 6.9 ഇന്ത്യൻ മണിയാണ് പെർ ഹവറിന് ചിലവാകുന്നത്. ഇങ്ങനെ ക്രിയേറ്റ് കൊടുക്കാം. നമ്മൾ 1 അവർ യൂസ് ചെയ്യുമ്പോൾ 6.9 രൂപ നമ്മൾ പേ ചെയ്യണം അസ്യൂറിന്. ഇപ്പോൾ നമ്മൾ വെർച്വൽ മെഷീന് ആവശ്യമായിട്ടുള്ള റിസോഴ്സസൊക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി വെർച്വൽ മെഷീനിൽ കുറച്ച് പ്രധാനമായ കാര്യങ്ങളുണ്ട്. ഇതിലെ സ്റ്റാറ്റസുകൾ. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ഇതിൻ്റെ യൂസൊക്കെ. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ വെർച്വൽ മെഷീനിൽ കയറി ഷട്ട് ഡൗൺ ചെയ്യുമ്പോൾ നമ്മൾ ഇതിനെ അലോക്കേറ്റ് ചെയ്ത് കുറേ റിസോഴ്സസ് ഉണ്ട്, അതിനൊക്കെ നമ്മൾ പേ ചെയ്യണം. ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ വെർച്വൽ മെഷീൻ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഗോ ടു റിസോഴ്സിൽ പോവാം. ഇപ്പോൾ നമ്മൾ റിസോഴ്സ് ഗ്രൂപ്പ് അക്കൗണ്ട്സ് FTech ആണ്. സ്റ്റാറ്റസ് റണ്ണിങ്, ലൊക്കേഷൻ ഈസ്റ്റ് US, ഫ്രീ ആണ് സബ്സ്ക്രിപ്ഷൻ, ടാക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് പബ്ലിക് IP ഉണ്ട്, വെർച്വൽ നെറ്റ്വർക്ക് ആൻഡ് സബ്നെറ്റ്, അക്കൗണ്ട്സ് എംപ്ലോയി, എല്ലാ ഡീറ്റെയിൽസ് നമുക്ക് ഓവർവ്യൂവിൽ നിന്ന് കിട്ടുന്നതാണ്. നമ്മുടെ ഡിസ്ക് ടൈപ്പ് എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിലിപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിന് മുമ്പത്തെ റിസോഴ്സിലൊക്കെ നമ്മൾ പരിചയപ്പെട്ടതാണ്. ഇപ്പോൾ നെറ്റ്വർക്കിംഗ്, നമ്മുടെ പബ്ലിക് IPയും പ്രൈവറ്റ് IPയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. RDP വഴിയാണ് ഇതിലുള്ള കാര്യങ്ങൾ. നമ്മുടെ പബ്ലിക് IP 40.87.25.142, നമ്മുടെ പ്രൈവറ്റ് IP 10.0.1.4. പിന്നെ നമ്മൾ RDPയിൽ നമ്മളെ കാര്യങ്ങളെല്ലാം നെറ്റ്വർക്ക് ഡിപ്പെൻസ് എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. നമുക്ക് ആഡ് ഇൻബൗണ്ട് പോർട്ട് റൂൾസൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ കണക്റ്റ്, നമുക്ക് ഏതൊക്കെ രീതിയിൽ കണക്ട് ചെയ്യാൻ പല കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. RDP SSH ആൻഡ് ബാസ്റ്റിയൺ ഈ കാര്യങ്ങളൊക്കെ ഉള്ളത്. നമുക്കിപ്പോൾ രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നിൽ നമുക്ക് ഇവിടുന്ന് RDP ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് നമ്മളെ റിമോട്ട്ലി നമുക്ക് നമ്മളെ ലോക്കൽ സിസ്റ്റത്തിൽ നിന്ന് ആക്സസ് ചെയ്യാം. 2 രീതിയിൽ എങ്ങനെ ഞങ്ങൾക്ക് കാണിച്ചു തരാം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഡിസ്ക് കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് 127 സൈസ് GB, മാക്സ് IOPS 500 ആൻഡ് മാക്സിമം ത്രൂപുട്ട് 100, എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പ്രീമിയം SSD ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എല്ലാതും ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ സൈസ് നമുക്ക് വേണമെങ്കിൽ കാണാം. നമുക്ക് വേണമെങ്കിൽ സൈസും റീസൈസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് D2 V3 ആണ്. 8 റാംസ് ഇവിടെ 8 ആണ്. അതേപോലെ തന്നെ ഡാറ്റ ഡിസ്ക് 4, മാക്സിമം IOPS 3200 കാര്യങ്ങളൊക്കെ. നമുക്കിപ്പോൾ വേണമെങ്കിൽ റീസൈസ് ചെയ്യുന്ന വേറെ സെലക്ട് ചെയ്തിട്ട് റീസൈസ് ചെയ്താൽ മതി. ഞാൻ റീസൈസൊന്നും ചെയ്യുന്നില്ല. സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് അഡീഷണൽ ചെയ്ത് നോക്കാം. അത് നമുക്ക് ഇനി പുതിയ എന്തെങ്കിലും എക്സ്റ്റൻഷനൊക്കെ ആഡ് ചെയ്യാൻ നമുക്ക് ഇവിടെ എക്സ്റ്റൻഷനൊക്കെ ആഡ് ചെയ്യാം. ഇവിടെ പോയിട്ട് നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും എക്സ്റ്റൻഷനൊക്കെ ആഡ് ചെയ്യുന്ന എക്സ്റ്റൻഷൻ ഇവിടെ നമുക്ക് ചൂസ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ NVIDIA GPU ഡ്രൈവ് എക്സ്റ്റൻഷൻ, മൈക്രോസോഫ്റ്റ് ആൻറ്റി മാൽവെയറിൻ്റെ ഇതൊക്കെ നമുക്ക് ആക്സസ് ഇവിടെ നിന്നൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു സ്കെയിലിംഗ് നമുക്ക് ലോക്കൊക്കെ ഇവിടെ കൊടുക്കാവുന്നതാണ്. ഓട്ടോ ഷട്ട് ഡൗൺ വേണമെങ്കിൽ ടൈമൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ബാക്കപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. ബാക്കപ്പ് അതുപോലെ തന്നെ ഡിസാസ്റ്റർ റിക്കവറി ഒക്കെ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് അതിൽ ഡിസ്കസ് ചെയ്യാം. പോളിസി കാര്യങ്ങൾ ചെയ്യാം. അതുപോലെ നമുക്ക് കുറച്ച് റൺ കമാൻഡ്സൊക്കെ നമുക്കൊന്ന് കാണാം. നമുക്കിപ്പോൾ റൺ കമാൻഡ്സ് അറിയില്ല, നമ്മൾ വിൻഡോസിലൊക്കെ നമ്മൾ റൺ കമാൻഡ്സ് യൂസ് ചെയ്യാറില്ല. അതേപോലത്തെ റൺ കമാൻഡ്സൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കമാൻഡ്സും അതിൻ്റെ ഡിസ്ക്രിപ്ഷനൊക്കെ ഉണ്ട്. അലേർട്സ് കാര്യങ്ങളൊക്കെ നോക്കാം. ലോഗ് വർക്ക് നമുക്ക് ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്കിവിടെ ടിക്കറ്റൊക്കെ റേസ് ചെയ്യാം. ന്യൂസ് സപ്പോർട്ട് റിക്വസ്റ്റിലൊക്കെ പോയിട്ട് കണക്ഷൻ ഇവിടെ ട്രബിൾ ഷൂട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ വെർച്വൽ മെഷീൻസ് നോക്കാം, എങ്ങനെ വെർച്വൽ മെഷീൻസ് ആക്സസ് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് 2 രീതിയിൽ പറഞ്ഞു തന്നു. ഒന്നിൽ നമുക്ക് വേണം കണക്റ്റിൽ പോയിട്ട് RDP എടുത്ത് ഇവിടെ ഡൗൺലോഡ് RDP ഫയൽ ചെയ്തിട്ട് ചെയ്യാം. ഇതിൻ്റെ കണക്റ്റ് കൊടുക്കുന്നു. യൂസർ നെയിം അസ്ലം,
പാസ്വേഡ് യെസ്. അക്സെപ്റ്റ്. ഇപ്പോൾ നമ്മുടെ വിൻഡോസ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റാറ്റസ് ഒക്കെ നോക്കാം. ഇപ്പോൾ നമ്മുടെ സ്റ്റാറ്റസ് ഇത് റണ്ണിങ്ങിലാണ്. പ്രധാനമായി 5 സ്റ്റാറ്റസ്. ഒന്ന് റണ്ണിങ്, സ്റ്റോപ്പ്ഡ് ആൻഡ് സ്റ്റോപ്പ് ഡി അലോക്കേറ്റഡ് ആൻഡ് ക്രിയേറ്റിംഗ്, സ്റ്റാർട്ടിങ് ആൻഡ് ഡി അലോക്കേറ്റ്. ആദ്യം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ക്രിയേറ്റിംഗ് സ്റ്റാറ്റസ്, പിന്നെ അത് നമ്മൾ ബൂട്ടിംഗ് ടൈം ആകുമ്പോൾ അത് സ്റ്റാർട്ടിംഗ് സ്റ്റാറ്റസിലോട്ട് വരുന്നു. പിന്നെ അത് ബൂട്ടിംഗ് കഴിഞ്ഞ് നമ്മൾ വർക്കിംഗ് കണ്ടീഷൻ ആകുമ്പോൾ റണ്ണിങ് സ്റ്റാറ്റിലോട്ട് പോകുന്നു. പിന്നെ നമ്മൾ ഷട്ട് ഡൗൺ ചെയ്യുമ്പോൾ സ്റ്റോപ്പ് സ്റ്റാറ്റസിലോട്ടും, അതുപോലെ തന്നെ നമ്മൾ ഫോഴ്സ് ഷട്ട് ഡൗൺ, അത് പോർട്ടലിൽ കയറിയിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അത് സ്റ്റോപ്പ് ഡി അലോക്കേറ്റ് സ്റ്റാറ്റസിലോട്ടും പോകുന്നു. എന്താണ് സ്റ്റോപ്പ് ഡി അലോക്കേറ്റും സ്റ്റോപ്പും ഇതിലെ ഡിഫറൻസ്? നമ്മളൊരു വെർച്വൽ മെഷീൻ കയറി ഷട്ട് ഡൗൺ ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നത്. ഇപ്പോൾ ഈ വെർച്വൽ മെഷീൻ കയറ്റി ഞാൻ ഷട്ട് ഡൗൺ ചെയ്യുന്നു. ഇവിടെ സ്റ്റാറ്റസ് വെർച്വൽ മെഷീൻ സ്റ്റോപ്പിംഗ്, ഇപ്പോൾ സ്റ്റോപ്പിംഗ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഈ വെർച്വൽ മെഷീൻ സ്റ്റോപ്പിലേക്ക് വരുമ്പോൾ നമ്മൾ വെർച്വൽ മെഷീൻ റൺ ചെയ്യാൻ വേണ്ടിയുള്ള ക്യാഷ് ഒന്നും പേ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ അതിൽ വേണ്ടിയിട്ട് കുറച്ച് റിസോഴ്സസ്, പബ്ലിക് IP അഡ്രസ്സ്, അതുപോലെ കുറച്ച് റിസോഴ്സസ് ഇവിടെ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടാകും. അതിന് വേണ്ടിയിട്ടുള്ള പേയ്മെൻറ്റ് നമ്മൾ അടക്കണം. നമ്മൾ വിചാരിക്കും ഇപ്പോൾ വെർച്വൽ മെഷീൻ ഷട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് പേയ്മെൻ്റ് ഒന്നും വരില്ല. പക്ഷേ അത് തെറ്റായ ധാരണയാണ്. നമ്മൾ വെർച്വൽ മെഷീൻ ഷട്ട് ഡൗൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ വെർച്വൽ മെഷീൻ്റെ പേയ്മെൻറ്റ് നമുക്ക് അടക്കേണ്ട. പക്ഷേ അത് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് അസിസ്റ്റ് ചെയ്യുവാൻ വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള മറ്റു റിസോഴ്സുകൾക്ക് നമ്മളിവിടെ പേയ്മെൻറ്റ് കൊടുക്കണം, പബ്ലിക് IP അഡ്രസ്സ് പോലുള്ളതിനൊക്കെ. പക്ഷേ നമ്മൾ ഇവിടുന്ന് ഇത് സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ സംഭവിക്കും നോക്കാം. ഡു യു വാണ്ട് ടു റിസർവ് ദ പബ്ലിക് IP അഡ്രസ്? നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമ്മൾ പബ്ലിക് IP ഒക്കെ നഷ്ടമാവും. പിന്നീട് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ അഥവാ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് പുതിയൊരു പബ്ലിക് IP ആയിരിക്കും നമുക്ക് അസൈൻ ചെയ്ത് തരിക. നമുക്കത് പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, റിസർവ് ചെയ്ത് വെക്കാം. അങ്ങനെ റിസർവ് ചെയ്ത് വെച്ചാൽ നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കണം. അല്ലെങ്കിൽ നമുക്ക് വെർച്വൽ മെഷീനിൽ കയറിയിട്ട് IP അഡ്രസ്, പബ്ലിക് IP അഡ്രസ് നമുക്ക് സ്റ്റാറ്റിക് ആയിട്ടും കൊടുക്കാം. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ പിന്നെ നമ്മളിവിടെ ഫോഴ്സ് ടു സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാലും പോർട്ടലിൽ കയറി സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ IP അഡ്രസ്സ് ഒന്നും മാറില്ല. അല്ലെങ്കിൽ നമുക്ക് ഓരോ വട്ടം ഇത് റാൻഡമിൽ ഇങ്ങനെ ചൂസ് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ കാണാം, പബ്ലിക് IP അഡ്രസ് 40.87.25.142 വിൽ ബി ലോസ്റ്റ് ഇഫ് ദിസ് മെഷീൻ ഈസ് സ്റ്റോപ്പ്ഡ്. ഓക്കെ, നമുക്കിത് ഓക്കെ കൊടുക്കാം. അപ്പോൾ ഡിഫറൻസ് മനസ്സിലായില്ല. നമ്മളിവിടെ സ്റ്റോപ്പ് കൊടുക്കുമ്പോൾ, പോർട്ടലിൽ കയറി സ്റ്റോപ്പ് കൊടുക്കുമ്പോൾ നമുക്കിവിടെ പ്രത്യേകിച്ച് വെർച്വൽ മെഷീനും പേ ചെയ്യേണ്ട, അതുപോലെ തന്നെ അത് അസിസ്റ്റൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്ത മറ്റു സർവീസുകൾക്കും നമുക്ക് പേ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ നമുക്കിവിടെ സ്റ്റോറേജിന് പേ ചെയ്യേണ്ടി വരും. സ്റ്റോറേജ് അല്ലാത്ത മറ്റൊരു സർവീസിന് നമുക്കിവിടെ പേ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ സ്റ്റോപ്പ് ഡി അലോക്കേറ്റഡ് കൊടുക്കുമ്പോൾ ഇപ്പോൾ സ്റ്റാറ്റസ് മാറിയത് നിങ്ങൾക്ക് കാണാം. നമുക്കൊന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. ഇതാണ് മെയിൻ ഡിഫറൻസ്. എന്താണ് സ്റ്റോപ്പ്ഡിൻ്റെയും എന്താണ് സ്റ്റോപ്പ് ഡി അലോക്കേറ്റിൻ്റെ മെയിൻ ഡിഫറൻസ് ഇതാണ്. സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ മറ്റു റിസോഴ്സിന് പേ ചെയ്യണം. നമ്മുടെ സ്റ്റോപ്പ് ഡി അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റ് റിസോഴ്സിനൊന്നും പേ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പബ്ലിക് IP അഡ്രസ് മാറിയിരിക്കുന്നു. ഇനി നമുക്ക് ഇനി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ വെർച്വൽ മെഷീൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പബ്ലിക് IP അഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഉപയോഗിച്ചെന്ന് പറഞ്ഞ് ഡൗൺലോഡ് ചെയ്തിട്ടായിരുന്നു. നമ്മൾ നേരത്തെ ഇവിടെ നിന്ന് RDP ഡൗൺലോഡ് ചെയ്തിട്ടാണ് യൂസ് ചെയ്തത്. ഇനി നമുക്ക് RDP ഡൗൺലോഡ് ചെയ്യാതെ എങ്ങനെ യൂസ് ചെയ്യാൻ നോക്കാം. ഞാനിവിടെ IP അഡ്രസ് കോപ്പി ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വിൻഡോസ് ആർ ഒരുമിച്ച് നോക്കി MSTSC അല്ലെങ്കിൽ നമുക്ക് റിമോട്ട് ഡെസ്ക്ടോപ്പ് കണക്ഷൻ എടുത്തിട്ട് ചെയ്യാം. എന്നിട്ട് ഇവിടുന്ന് പുതിയ IP അഡ്രസ് പേസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം കണക്റ്റ് കൊടുക്കുന്നു. ഇപ്പോൾ യൂസർ നെയിം ചോദിക്കുന്നു,
അതൊരു പാസ്വേഡും. നമുക്കിവിടെ RTP ഉപയോഗിച്ച് 2 രീതി കണക്ട് ചെയ്യാം. ഒന്നിൽ നമുക്ക് RTP ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മൾ പബ്ലിക് IP അഡ്രസ്സ് നമ്മളുടെ റിമോട്ട് ഡെസ്ക്ടോപ്പ് കണക്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്കിവിടെ നമ്മുടെ വെർച്വൽ മെഷീൻ ആക്സസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, യെസ് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ വെർച്വൽ മെഷീൻ ലോഡായി വരുന്നുണ്ട്. നമുക്കൊരു ആക്റ്റീവ് ഇൻ്റർനെറ്റും ഒരു ലാപ്ടോപ്പോ PC യോ ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ വെച്ചും നമുക്ക് നമ്മളെ വെർച്വൽ മെഷീൻസ് നമ്മുടെ കമ്പനിയിൽ നമുക്ക് വെർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്ത് കഴിയുകയാണെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിലോ ലാപ്ടോപ്പിലോ ഒരു ആക്റ്റീവ് ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതിപ്പോൾ കുറേ കമ്പനികൾ അവരുടെ കമ്പനി PC യിലോ ലാപ്ടോപ്പിലോ നമ്മൾ വർക്ക് ചെയ്യാൻ നിർബന്ധമുണ്ട്. അങ്ങനത്തെ കേസിലൊക്കെ നമുക്ക് നമ്മൾ ലാപ്ടോപ്പോ നമ്മളെ ഡെസ്ക്ടോപ്പ് നമ്മൾ കൈ വെച്ച് കൊണ്ടുപോകേണ്ട ആവശ്യം, അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ വരാറുണ്ട്. പക്ഷേ നമ്മൾ ക്ലൗഡിൽ യൂസ് ചെയ്യുമ്പോഴുള്ള ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പേഴ്സണൽ കമ്പ്യൂട്ടറിൽ Azure പോർട്ടൽ വഴി ഇതേപോലെ തന്നെ RTP യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മളെ വെർച്വൽ മെഷീൻസ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന നമ്മുടെ കമ്പ്യൂട്ടറിലായിരിക്കും. പക്ഷേ നമുക്കൊരു ഫിസിക്കൽ ഡിവൈസ് നമ്മൾ കയ്യിൽ കൊണ്ട് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് കമ്പനിയെ സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ചും ഒരു വളരെ പ്രത്യേകിച്ച് കമ്പനിയെ സംബന്ധിച്ച് വളരെ യൂസ്ഫുള്ളായ ഒരു സർവീസാണ് വെർച്വൽ മെഷീൻ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ നിങ്ങൾ കൂട്ടുകാർക്ക് കൂടി ഇത് എത്തിച്ചു കൊടുക്കണം. ഇനി നിങ്ങൾക്ക് അടുത്ത വീഡിയോസൊക്കെ കിട്ടുവാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ആ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ അടുത്ത പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെ കിട്ടുന്നതാണ്. വൺസ് അഗൈൻ താങ്ക് യു ഫോർ വാച്ചിങ്.